മൂകാംബിക ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. കർണാടകയാണോ കേരളമാണോ എന്ന് ആലോചിച്ച് നിന്ന നിമിഷങ്ങൾ. രാവിലെ 5:15 എറണാകുളം ജംഗ്ഷനിൽ നിന്നുള്ള ട്രെയിൻ കയറ്റിവിടാൻ കൂടെ സുഹൃത്തുക്കളാണ് വന്നത്. സേഫായിട്ട് ട്രെയിനിൽ കയറ്റിവിട്ടതിന് ശേഷം യാത്രയും പറഞ്ഞ് അവര് പോയി. നീണ്ട 9 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വൈകുന്നേരം 3 മണിയോടുകൂടി മൂകാംബികയ്ക്ക് 30 കിലോമീറ്റർ ഇപ്പുറത്തുള്ള കുന്തപുര റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത്. ഞങ്ങൾ 7 മലയാളികൾ കൂടി 1400 രൂപ വരുന്ന ഒരു ടാക്സിയാണ് ഇവിടുന്ന് മൂകാംബികയ്ക്ക് വിളിച്ചത്. കൂടാതെ പെയ്ഡ് ഓട്ടോയും നമുക്ക് ഇവിടുന്ന് വിളിക്കാം. ഏകദേശം 1000 രൂപയാണ് റേറ്റ് ആകുന്നത്. ടാക്സിക്കായിട്ട് ഞങ്ങൾക്ക് ഒരാൾക്ക് 250 രൂപ അടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ. വന്നിറങ്ങിയതും ആദ്യം കണ്ട കേരള ഹോട്ടലിൽ തന്നെ കയറി ഫുഡ് കഴിച്ചു. ശേഷം നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക്. ഇതാണ് മംഗളാമ്മ. ആളത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ് എനിക്ക് മംഗളാമ്മനെ പരിചയപ്പെടുത്തിയത്. അമ്മയുടെ തന്നെ ഈ ഒരു ഗസ്റ്റ് ഹൗസിൽ 1000 രൂപയുടെ റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ശേഷം ഡ്രസ്സ് എല്ലാം മാറി വൈകുന്നേരം മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇറങ്ങിയതാണ്. കൈ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ATM കയറി ക്യാഷ് ആയിട്ട് എടുത്തു. ശേഷം ഇവിടെ 2 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ചെരുപ്പൊക്കെ ഹോൾഡ് ചെയ്യാം. ചെരുപ്പ് ഹോൾഡ് ചെയ്യാൻ വെച്ചതിന് ശേഷം നേരെ അമ്പലത്തിനുള്ളിലേക്ക്. അമ്മ വൈകുന്നേരം തൊഴാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാണ്. അമ്മയുടെ കൂടെ പോവുകയാണെങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യം വരില്ല. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ക്യൂ നിന്ന് തൊഴാന്ന് ഞങ്ങൾ സ്വയമേ തീരുമാനിച്ചാണ്. നിന്ന് കഴിഞ്ഞപ്പോഴാണ് ചെറിയ അമളി ആയോന്ന് ഒരു ഡൗട്ട് വന്നത്. 4 മണിക്കൂറത്തെ ക്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ക്യൂ നിൽക്കുന്ന സമയത്ത് ഇവിടെ ശിവയിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്യൂ എല്ലാം നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം കുഞ്ഞൊരു കളിപ്പാട്ടം യായുവിന് മേടിച്ചതിന് ശേഷം നേരെ അമ്മയുടെ അടുത്തേക്ക്. നാളെ രാവിലെ യായുവിന് എഴുത്തിനെഴുത്തുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അമ്മയോട് ചോദിച്ചറിയണം. അമ്മ എഴുത്തിനെഴുത്തുന്നതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. രാവിലെ 6:20 ആകുമ്പോൾ ഇതേ സ്പോട്ടിൽ വന്നാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. ശേഷം ഈ ഒരു കേരള ഹോട്ടലിൽ വന്ന് രാത്രി ഒരു നാടൻ ഊണും കഴിച്ച് റൂമിലേക്ക്. രാവിലെ തന്നെ പല്ല് തേച്ച് കുളിച്ച് ഫ്രഷ് ആയി നേരെ അമ്മയുടെ അടുത്തേക്ക്. 5 മിനിറ്റ് നേരത്തെ തന്നെ വന്നു. ഇവിടെ വന്നപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിൽ നിന്ന് ഒരു ഫാമിലി എങ്കിലും വെച്ച് ഇവിടെ ഉണ്ട്. അങ്ങനെ അമ്മ ഇപ്പൊ ആട്ടും പറ്റങ്ങളെ മേയ്ക്കുന്ന പോലെ ഞങ്ങൾ എല്ലാവരെയും കൊണ്ട് മൂകാംബിക അമ്പലത്തിനുള്ളിലേക്കാണ് പോകുന്നത്. ഇന്നലെ വന്നതിന് ശേഷം നമ്മൾ തൊഴാൻ കയറിയ വഴിയല്ല അമ്മയുടെ കൂടെ നമ്മൾ പോകുന്നത്. ഒരു നോ എൻട്രി വഴിയാണ് പോകുന്നത്. അമ്മയ്ക്കുള്ള സ്പെഷ്യൽ വഴിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല അമ്മ വിചാരിച്ചാൽ ഇവിടെ എന്ത് നടക്കുന്നു. ശേഷം എല്ലാവർക്കും ഓരോ നെയ്വിളക്ക് അമ്മ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. ആ നെയ്വിളക്കും പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം തൊട്ടപ്പുറത്തെ മേശയിൽ ആ വിളക്ക് വെക്കാം. നോർമൽ ക്യൂവിൽ ഇന്നും നല്ല തിരക്കാണ്. കാരണം കേരളത്തിൽ അവധിയുള്ള ദിവസങ്ങളിലെല്ലാം മൂകാംബികയിൽ നല്ല തിരക്കായിരിക്കും. മൂകാംബികയിലെ ഒരു 90% ഭക്തരും മലയാളികൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണ് നമ്മളിപ്പോ പോകുന്നത്. യായുവിന് എഴുത്താൻ വേണ്ടി. അമ്മയുടെ മകൻ തന്നെയാണ് അടിക ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പഠിച്ച ഒരാൾ തന്നെയാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിരവധി ഉപദേവതകളുടെ മണ്ഡപങ്ങളുണ്ട്. എല്ലാ മണ്ഡപത്തിനും ഫ്രണ്ടിൽ നിരവധി ആളുകൾ എഴുത്തിനും ഇരിക്കുന്നുണ്ട്. യായുവിന്റെ അമ്മയുടെ മടിയിൽ തന്നെ ഇരുന്നാണ് യായു ആദ്യ അക്ഷരം കുറിക്കാൻ പോകുന്നത്. യായുവിന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണെന്നാണ് എന്റെ ഒരു നിഗമനം. എഴുത്തിനിരിക്കുന്ന ഭൂരിഭാഗം പേര് മലയാളികളായതുകൊണ്ട് തന്നെ അധികം നല്ല വ്യക്തമായിട്ട് സ്ഫുടമായിട്ടാണ് നമുക്ക് എല്ലാം വിശദീകരിച്ച് തന്ന് നമ്മളെ കൊണ്ട് എഴുതിക്കുന്നത്. ഓം ഹരിശ്രീ ഗണപതയെ നമ്മ കൂടാതെ ABCDയും 1 2 3 എല്ലാം നമ്മളെ കൊണ്ട് എഴുതിച്ചു. ശേഷം സ്വർണ്ണം ഉണ്ടെങ്കിൽ അതെടുത്ത് കുട്ടിയുടെ നാവിലെ ഓം ഹരിശ്രീ ഗണപതയെ നമ്മ എഴുതാനും പറഞ്ഞു. ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അത് 50 രൂപയാണെങ്കിൽ പോലും അത് മാത്രം അടികയ്ക്ക് ദക്ഷിണയായി കൊടുത്താൽ മതിയാകും. എഴുത്തിനിരുത്തുന്ന വകയിൽ നമുക്ക് മറ്റൊരു ചെലവും വരുന്നില്ല. അങ്ങനെ യായുവിന്റെ എഴുത്തിനിരുത്തുന്ന ഈ ഒരു ചടങ്ങ് ഞങ്ങൾക്ക് 100% സംതൃപ്തിയായിരുന്നു. ശേഷം മംഗളാമ്മ ഞങ്ങളെയും കൂട്ടി നേരെ അമ്പലത്തിനുള്ളിലേക്ക്. ക്യൂ നിൽക്കാതെ തന്നെ കയറാൻ പറ്റി. നല്ല ഭംഗിയായിട്ട് തൊടാനും പറ്റി. തൊഴുതിറങ്ങിയതിന് ശേഷം യായുവിന് 1-2 കളിപ്പാട്ടങ്ങളും അമ്മൂന് 1-2 കുപ്പികളെയും മേടിച്ചു. അമ്പലത്തിലെ പ്രസാദമെല്ലാം മംഗളാമ്മ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് പൊക്കോളും. നമ്മളൊന്ന് ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് ചെന്ന് മേടിച്ചാൽ മതി. പിന്നെ മംഗളാമ്മയുടെ അടുത്തേക്ക് നേരെ പോയി പ്രസാദവും മേടിച്ച് യായുവിനെ കൊണ്ട് അനുഗ്രഹവും വാങ്ങിപ്പിച്ചു. ശേഷം റൂമിൽ വന്ന് ഡ്രസ്സ് എല്ലാം മാറി ചുമ്മാ ഒന്ന് മൂകാംബിക നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. മൂകാംബിക വരുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ അവധി നോക്കി വരാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഭക്തർ മലയാളികളായതുകൊണ്ട് തന്നെ കേരളത്തിലെ അവധിയുടെ അന്ന് മൂകാംബിക നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നോർമൽ 1000 രൂപയ്ക്ക് കിട്ടുന്ന റൂമിന് 4000 രൂപ 5000 രൂപ വരെ കൊടുക്കേണ്ടതായിട്ടും വരും. ട്രെയിനിന് ടിക്കറ്റ് കിട്ടാനും അവധി ദിവസങ്ങൾ നോക്കി ബുക്ക് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മൂകാംബികയിൽ വന്നാൽ നമുക്ക് ഭാഷാപരമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കാരണം ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ നമ്മൾ പറയുന്ന മലയാളം നന്നായിട്ട് മനസ്സിലാവും. പിറ്റേന്ന് വെളുപ്പിന് രാവിലെ 6 മണിക്കാണ് നമുക്കുള്ള ട്രെയിൻ. അതുകൊണ്ട് തന്നെ 4 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. പാർട്ട്നേഴ്സിനൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത്തവണ വണ്ടി നമ്മൾ സ്വന്തമായിട്ട് വിളിക്കണം. ഒരുപാട് അന്വേഷണത്തിന് ശേഷം രാജേഷ് എന്ന് പറഞ്ഞ ഈ ഒരു ഓട്ടോ ചേട്ടനാണ് നമുക്ക് ഏറ്റവും കുറച്ച് റേറ്റ് പറഞ്ഞത്. കൂടാതെ വെളുപ്പിന് 4 മണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് 3:50 തന്നെ ആള് നമ്മുടെ റൂമിന്റെ ഫ്രണ്ടിൽ വെയിറ്റിംഗ് ആയിരുന്നു. കൃത്യസമയത്ത് തന്നെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും ചേട്ടൻ എത്തിച്ചിട്ടുണ്ട്. ബുക്ക് ചെയ്തതിൽ നിന്നും 1/4 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. എന്തായാലും ട്രെയിനിൽ കയറി പോകുന്ന വഴിക്ക് 3 ദിവസത്തെ യാത്രാക്ഷീണം എല്ലാം കൂടെ ആയിട്ട് യായു നല്ല ഛർദിയും യായുവിന് ചെറിയ ശ്വാസമുട്ടലും ഉണ്ടായിരുന്നു. അങ്ങനെ 7-8 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം വൈകുന്നേരം 5 മണിയായപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക്.